Okay, welcome everybody. Today we can discuss about the questions that are not given in your textbook. These questions are outside. There may be so many questions from outside. അതായത് കുറെ ക്വസ്റ്റ്യൻസ് പുറത്തുനിന്നുണ്ടാവും ടെക്സ്റ്റ് ബുക്കിലല്ലാത്ത. അപ്പൊ അതിനെ കുറച്ചൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. അപ്പൊ ഒരു ക്വസ്റ്റ്യന് എന്താണ് ക്വസ്റ്റ്യൻ എന്നറിയോ? ഒരു പെന്റഗൺ, there is a pentagon. There is a pentagon. Here it is x degree. That angle is x degree. അതാണ് പെന്റഗൺ. Find the angle measure x in the given figure. അതാണ് ക്വസ്റ്റ്യൻ. ഈ ഫിഗറിൽ തന്ന എക്സ് എത്രയാണ് കണ്ടുപിടിക്കുക. ഇത് എത്രയാണ്, അതായത് ഈ ആംഗിൾ കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്, അല്ല പെന്റഗൺ ആണ്. അപ്പൊ ഇത് എത്രയാണ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നോക്കട്ടോ. ഇവിടെ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും 5 ആംഗിളും സെയിം ആയിരിക്കും. 5 ആംഗിൾസ് ആർ ഈക്വൽ അല്ലേ? എന്താ അറിയോ, ഇവിടെ ഈ ഫിഗറിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഈ ഫിഗറിൽ തന്നിട്ടുണ്ട് എന്താണ്, ഇതൊക്കെ ഈക്വൽ ആണെന്നില്ല. ഈ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അതാണ്. ഇവിടെയൊക്കെ ഡബിൾ മാർക്ക് ആണെങ്കിൽ അതൊക്കെ ഈക്വൽ ആണെന്നാണ്. ഇതൊക്കെ സിംഗിൾ മാർക്ക് ആയതുകൊണ്ട് അതെല്ലാം ഈക്വൽ കേട്ടോ. അങ്ങനെയാണ് ഫിഗറിൽ തരിക. ഇവിടെ തന്നിട്ടുള്ളത് ഇതൊക്കെ ഈക്വൽ ആണ്. ഇനി അപ്പോ എന്താണ് എന്താ അറിയോ, നമുക്ക് ഒരു കാര്യം നമുക്കറിയാം. എക്സ്റ്റീരിയർ ആംഗിൾ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം അല്ലെ? എക്സ്റ്റീരിയർ ആംഗിൾ ഈ പെന്റഗന്റെ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു എത്ര ആയിരിക്കും? അതായത് മൊത്തം 360 അല്ലേ? 360 by n. 360 by n. അതായത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ്. അത് 360നെ 5 ഭാഗാക്കിയിൽ ഒന്നായിരിക്കും ഇതിന്റെ ഒരു ആംഗിൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 by 5. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 36ൽ 72 ഡിഗ്രി. അതാണ് ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ. Then each interior angle equal to 180 minus 72 equal to 108. അപ്പോ ഈ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്? 108 ഡിഗ്രിയാണ്. അപ്പോ ഇതിനൊരു ഡയറക്റ്റ് മെത്തേഡ് എന്താ പറയുക? ഇപ്പോ ഒരു റെഗുലർ പോളിഗൺ തന്നാല് ആ പോളിഗന്റെ ഇന്റീരിയർ ആംഗിൾസ്, അതായത് അകക്കോണുകൾ കാണാൻ പറഞ്ഞാൽ, പുറംകോണ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സുഖമാണ്. 360 by n ആണ്. 360നെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ? ഡിവൈഡ് ചെയ്താൽ മതി. എന്നാൽ ഇന്റീരിയർ ആംഗിൾസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യാ അറിയാം? 180 മൈനസ് 360 by n. Here n is number of sides. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. 150ന്ന് 360 by n. അപ്പൊ ഏതിന്റെ ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും റെഗുലർ പോളിഗൺ ആയിരിക്കണം. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് പ്രത്യേകം റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് എല്ലാ കോണുകളും എല്ലാ വശങ്ങളും തുല്യമായ പോളിഗണ മാത്രമേ ഉള്ളൂ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുക. എപ്പോഴും പറ്റൂല. If it is a regular polygon, you can find out exterior or interior angles easily by using this equation.
എക്സ്റ്റീരിയർ കാണാൻ പറഞ്ഞാൽ ഇത് വേണ്ട, ജസ്റ്റ് 360/n മതി. ഇന്റീരിയർ കാണാൻ പറഞ്ഞാല് 180 360/n മൈനസ് ചെയ്യാം. ഇങ്ങനെ മനസ്സിലായല്ലോ അല്ലെ? എക്സ്റ്റീരിയർ എപ്പോഴും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും അല്ലെ? 360 ആയിരിക്കും സമ്മെന്ന് നമുക്കറിയാം, അതിന് ചേഞ്ച് ഇല്ല. അപ്പൊ 360 അതിന്റെ സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ അതിന്റെ ഇപ്പുറത്തെ തൊട്ട ഇന്റീരിയർ ആംഗിൾസ് കാണാൻ 150 അത് കുറച്ചാൽ മതിയില്ലേ? കാരണം അത് രണ്ടും രേഖീയ ജോഡികളാണ്, അതല്ലെങ്കിൽ ലീനിയർ പേയേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഫൈൻഡ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ റെഗുലർ പോളിഗൺ. ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അയച്ചു തരുള്ളൂ കേട്ടോ, ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഫൈൻഡ് ദി നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ റെഗുലർ പോളിഗൺ whose ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ മെഷേഴ്സ്. അതിന്റെ ഓരോന്നിന്റെയും ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി, 36 ഡിഗ്രി, 72 ഡിഗ്രി, 30 ഡിഗ്രി. അപ്പോ പോളിഗൺസ് റെഗുലർ പോളിഗൺസ് ആണ് കേട്ടോ. എന്താണ്? റെഗുലർ പോളിഗൺസ് ആണ്. ഈ റെഗുലർ പോളിഗൺസിന്റെ ഓരോ എക്സ്റ്റീരിയർ ആംഗിളും തന്നിട്ടുണ്ട്. ഓരോ പോളിഗന്റെയും എക്സ്റ്റീരിയർ ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റിലെ ഒന്നാമത്തിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രിയാണ്. അപ്പോ എന്താ ചോദിച്ചിരിക്കണേ? നമ്പർ ഓഫ് സൈഡ്സ് കാണാനാണ്. നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 40 ഡിഗ്രിയാണ് ഒരു കോണ്, ഒരു ആംഗിള് 40 ഡിഗ്രിയാണ്. ടോട്ടല് 360 ആണ്. അപ്പൊ നമുക്ക് സൈഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? 360 എത്ര 40 ഉണ്ട് എന്ന് നോക്കിയാൽ മതി അല്ലെ? 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ അത്രയും സൈഡ് അല്ല ഉണ്ടാകുക അല്ലെ? ഒന്ന് 40 ഡിഗ്രി ആണെങ്കിൽ ആ 360 എത്ര 40 ഉണ്ടോ അത്രയും സൈഡ് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് 40 ഡിഗ്രി ആണെങ്കിൽ 360/40 that is equal to 0 cancel ആണെങ്കിൽ എത്ര കിട്ടുക? 9 sides കേട്ടോ. 9 sides. അടുത്തത് നോക്കാം. അടുത്ത എത്രയാണ്? 36 തോന്നുന്നു. അടുത്ത 36 ഡിഗ്രി. 36 ഡിഗ്രി ആണെങ്കിൽ 360/36 അല്ല? That is equal to 10 sides. Next 72 degree. 360/72 that is equal to 5 sides. ഇങ്ങനെ കിട്ടിയറിയോ? 10 72 720 720 പൗതിയാണ് 360, ഹാഫാണ്. അപ്പൊ ഞാൻ 5 പെട്ടെന്ന് എനിക്ക് കിട്ടി. നിങ്ങൾ അങ്ങനെ വേണമെന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഒറ്റ മെത്തേഡ് ഉപയോഗിച്ചു. 1072 എന്ന് പറയുന്നത് 720 ആണ്. അതിന്റെ ഹാഫ് 360 ആണ്. ദാറ്റ് മീൻ 5 ടൈംസ്. അതല്ല നിങ്ങൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 360 72 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? ആദ്യം അല്ല വേണമെങ്കിൽ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ആദ്യം ഇതിൽ രണ്ടിലും പോണ സംഖ്യ 6 അല്ലെ? ഇതിൽ എത്രയാണ്? 6 60. 60 ഇതിൽ 6 12 അല്ലെ? 60/12 അത് വളരെ ഈസി അല്ലേ? 5 സൈഡ്സ്. അപ്പൊ ഇനി ഒന്നും കൂടി ഉണ്ട്. വേറെ 72 കഴിഞ്ഞിട്ട് വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. 30 ഡിഗ്രി. അതും 360/30 ഡിഗ്രി. 360 360/30 ഈക്വൽ ടു 12 sides. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാണ് കേട്ടോ. അപ്പൊ അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പെന്റഗൺ, ഹെക്സഗൺ, നാനഗൺ, അതേപോലെ പോളിഗൺ? എന്താണ് സം ഓഫ് ദി ആംഗിൾസ് കാണാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. n-2 × 180 അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. n-2 × 180. n എന്ന് പറഞ്ഞാല് പെന്റഗൺ എത്ര സൈഡാന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഹെക്സഗൺ എത്ര സൈഡാന്ന് അറിഞ്ഞിരിക്കണം,
നോനാഗണ് എത്ര സൈഡാന്ന് അറിഞ്ഞിരിക്കണം. പോളിഗണ് അങ്ങനെ 12 സൈഡ് പോളിഗണ്. ഇതൊക്കെ 12 സൈഡ് പോളിഗണാണ്. 12 മൈനസ് 2 ഇൻറ്റു 180, അതായത് 10 ഇൻറ്റു 180 1900. അപ്പൊ അതും കാണാം, എളുപ്പമാണ്. ഇനി it is possible to have a regular polygon each whose exterior angles is 100 degree. Each whose interior angles is 100 degree. അതായത് ഒരു പോളിഗന്റെ ഇന്റീരിയർ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ, റെഗുലർ പോളിഗൺ ആട്ടോ, റെഗുലർ പോളിഗന്റെ ഇന്റീരിയർ ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ അത് ഒരു എന്താണ് ആകാൻ പറ്റുമോ എന്നാണ്. അതായത് അതൊരു എന്താ ക്വസ്റ്റ്യൻ, പോളിഗൺ റെഗുലർ പോളിഗൺ ആകാൻ പറ്റുമോ എന്നാ ചോദ്യം. ഇന്റീരിയർ ആംഗിൾസ് 100 ആണ്, അതൊരു റെഗുലർ പോളിഗൺ ആകാൻ സാധ്യതയുണ്ടോ, പോസിബിൾ ആണോ? അത് പോസിബിൾ ആകണമെങ്കിൽ അതായത് അതിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എത്രയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എക്സ്റ്റീരിയർ ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എക്സ്റ്റീരിയർ ആംഗിൾസിനെ 360 എക്സ്റ്റീരിയർ ആംഗിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇന്റീരിയർ ആംഗിളാ തന്നിക്കണേ. ഇന്റീരിയർ ആംഗിൾ 100 ആണെങ്കിൽ ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ടു 100. Then each exterior angle equal to 180 minus 100, that is equal to 80 degree. Then number of sides കിട്ടാൻ എന്ത് ചെയ്യുക, 360 by 180 അല്ല 360 by 80, 360 by 80, that is equal to 36 by 8. The 36 is not a multiple of 8. Then it is not possible. It is not possible. അതായത് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എണ്ണൽ സംഖ്യ ആയിരിക്കണം. ഒരു ഇന്റിജർ ആയിരിക്കണം. ഇത് ഇന്റിജർ അല്ല. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമലോ അതല്ലെങ്കിൽ ഫ്രാക്ഷനോ വരിക, ഒന്നുകിൽ ഭിന്നസംഖ്യ അല്ലെങ്കിൽ ദശാംശ സംഖ്യ വരിക. ഇത് കൃത്യമായിട്ട് ഡിവൈഡ്, ഇപ്പൊ 6 ആണ് ഇവിടെ നിൽക്കുക, അപ്പൊ നിങ്ങൾക്ക് 36നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതത് സാധിക്കൂല. അപ്പൊ നമുക്ക് എണ്ണം കിട്ടൂല, എത്ര സൈഡാന്ന് കിട്ടണ്ടേ. അപ്പൊ അത് പറ്റൂല, കനോട്ട്. നെക്സ്റ്റ് അതന്നെ ഇപ്പൊ വേറെ ക്വസ്റ്റ്യൻ 50 ആണെന്ന് വിചാരിക്കുക. എക്സ്റ്റീരിയർ ആംഗിൾ 50 ആണെന്ന് പറഞ്ഞാൽ അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാം, 360നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പറ്റുമോ നോക്കുക, പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യണ്ടേ, എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ 360നെ ആ എക്സ്റ്റീരിയർ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇന്റിജർ, അതായത് ഒരു എണ്ണൽ സംഖ്യ, ഒരു സാധാരണ എണ്ണൽ സംഖ്യ കിട്ടുകയാണെങ്കിൽ അത് പോസിബിൾ ആണ്. അതല്ല കിട്ടുന്നില്ല, ഡെസിമലോ അല്ലെങ്കിൽ ഫ്രാക്ഷനോ ആണ് കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതാ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി അടുത്തത്, the measure of each interior angle of a regular polygon having 10 side 15 സൈഡ് ഒക്കെ പറഞ്ഞിരിക്കണേ, അതൊക്കെ സെയിം മെത്തേഡാണ്. മെഷർ ഓഫ് ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഹാവിംഗ് 10 സൈഡ്. അപ്പോൾ ഒരു റെഗുലർ പോളിഗന്റെ ഇന്റീരിയർ ആംഗിൾ കാണാൻ പറഞ്ഞാല് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അതിന്റെ സമ്മ് കാണുക. അപ്പൊ 10 സൈഡ് ആണെങ്കിൽ 10 മൈനസ് 2 ഇൻറ്റു 180, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 8 ഇൻറ്റു 180. ഒന്ന് ഞാൻ ചെയ്യാം, 10 മൈനസ് 2 ഇൻറ്റു 180. 10 minus 2 into 180 അല്ലേ, 8 into 180, that is equal to 864 ബാക്കി 6 അല്ലേ. നോക്കാം, ഇനി ഒരു മെത്തേഡ് എന്താ വെച്ചാൽ 150ന്ന് 36 മൈനസ് ചെയ്യാം. 150ന്ന് 36 മൈനസ് ചെയ്യുക എത്രയാണ്, 144. എന്നിട്ട് 0 ആഡ് ചെയ്യും. മനസ്സിലായോ? 10 18 150 ആണ്.
150 218 കുറക്കുക. അപ്പൊ 144 കിട്ടും. എന്നിട്ട് ഈ 0 ആഡ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും ചെയ്യട്ടോ. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 64 4, ബാക്കി 6 ഒരെട്ടും, എന്നിട്ട് പിന്നെ ഈ 0 ആഡ് ചെയ്യുമ്പോൾ 1440. അപ്പോ നമുക്ക് ഇതിന്റെ സമ്മ് കിട്ടി. അതായത് 10 സൈഡിലെ ഒരു റെഗുലർ പോളിഗന്റെ മൊത്തം ആംഗിൾസിന്റെ സമ്മ് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ സമ്മിനെ, അതായത് അതിന്റെ തുക എന്ന് പറഞ്ഞാൽ മൊത്തം എല്ലാ ആംഗിൾസും, അതിനെന്ത് ചെയ്യുക? ടോട്ടൽ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. then each angle equal to 1440 by 10. അവിടെ 8 ആകരുത് കേട്ടോ, 10 ആണ്, 10 സൈഡാണ്. അപ്പോ എത്ര കിട്ടി? 144. ഒരു ആംഗിൾ എത്രയാണ്? 144. ഓക്കെ, അതാണ് ഇന്റീരിയർ. അപ്പൊ നിങ്ങൾക്ക് 12 സൈഡ് ആണെങ്കിലും പിന്നെ 15 സൈഡ് ആണെങ്കിലും ഒക്കെ ഫസ്റ്റില് സമ്മ് കാണുക, എന്നിട്ട് ആ സമ്മിനെ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യന്, എക്സ്റ്റീരിയർ ആംഗിള്. എക്സ്റ്റീരിയർ ആംഗിള് കാണുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 360 നേരെ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങളുള്ളൂ നമുക്ക്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടെ ഞാൻ പറയണേ. പിന്നെ ഒരു പോളിഗണ്. അപ്പൊ ആ പോളിഗണ് ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന്, ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് എതിർ മൂലയിലേക്ക് ഓരോ ഡയഗണൽ ഇങ്ങനെ വരയ്ക്കുക. അപ്പോ ഒരു 10 സൈഡിലെ ഒരു പോളിഗണാണെന്ന് വിചാരിക്കുക. 10 സൈഡിലെ ഒരു പോളിഗണാണെങ്കിൽ എത്ര ഡയഗണൽ വരക്കാം എന്നൊരു ചോദ്യം. 10 സൈഡുള്ള ഒരു പോളിഗൺ ആണെങ്കിൽ എത്ര ഡയഗണൽ വരക്കാം? അപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഞാൻ തൽക്കാലം ഒരു 1 2 3 1 2 3 4 5 6 7 8 കേട്ടോ. ഇവിടെ ഞാൻ 8 എണ്ണം വരച്ചു. 8 എണ്ണല്ലൊരു പോളിഗൺ വരച്ചു കേട്ടോ. ഈ പോളിഗണ് ഞാൻ എന്താ ചെയ്യാൻ? ഈ വെർട്ടെക്സ് എടുക്കാണ്. ഈ മൂല എടുക്കാണ്. ഈ മൂലയിൽ നിന്ന് ഈ മൂലയിലേക്ക് നമുക്ക് വരക്കാൻ പറ്റൂല. ഇങ്ങനെ വരച്ച ഈ വരന്നല്ലേ വരിക. അപ്പൊ ഈ മൂലയിലേക്കും വരക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് വരക്കാൻ പറ്റുന്ന എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കാം അല്ലെ. 1 വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു. അപ്പോ എത്ര എണ്ണം വരക്കാൻ പറ്റി? 1 2 3 4 5. മനസ്സിലായോ? 5 എണ്ണേ വരക്കാൻ കഴിയുള്ളൂ. അപ്പൊ 5 എണ്ണം വരച്ചു കഴിഞ്ഞാല് നമുക്കിവിടെ 1 2 3 4 5 6 ട്രയാങ്കിൾ കിട്ടും. 5 ഡയഗണൽസ് വരക്കുമ്പോ, വികരണങ്ങൾ വരക്കുമ്പോ അല്ല, നമുക്ക് എത്ര കിട്ടും? 5 വികരണങ്ങൾ വരക്കുമ്പോ 6 ട്രയാങ്കിൾസ് കിട്ടും. 6 ട്രയാങ്കിൾസ് കിട്ടും. അപ്പോ എത്ര വികരണങ്ങൾ വരക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടൽ സൈഡിൽ നിന്ന് 3 മൈനസ് ചെയ്യുക. ടോട്ടൽ സൈഡിൽ നിന്ന് 3 മൈനസ് ചെയ്യുക. അപ്പൊ 20 സൈഡിലുള്ള ഒരു പോളിഗൺ ആണ്. അതിന് എത്ര ഡയഗണൽസ് വരക്കാം, എത്ര ത്രികോണങ്ങൾ ഉണ്ടാവും എന്ന് ചോദിക്കാണ്. 20 സൈഡുള്ള ഒരു പോളിഗൺ, അതിന് എത്ര ഡയഗണൽ വരക്കാം, എത്ര ത്രികോണങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് ചോദിച്ചാല് ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി മെയ്ഡ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 20 3 മൈനസ് ചെയ്യാം. 20 3 മൈനസ് ചെയ്യാം. അപ്പൊ 20 3 മൈനസ് ചെയ്യാൻ എത്ര കിട്ടും? 17 ഡയഗണൽസ് വരക്കാം. There is 17 diagonals can be drawn. 17 diagonals can be drawn. Then next question,
ഹൗ മെനി ട്രയാങ്കിൾസ്, എത്ര ട്രയാങ്കിൾസ് ഉണ്ടാവും? ദെൻ ഇറ്റ് വിൽ ബി 18 ട്രയാങ്കിൾസ്. ദർ വിൽ ബി 18 ട്രയാങ്കിൾസ്. അപ്പൊ 20 2 മൈനസ് ചെയ്യുക. എത്ര ഡയഗണൽ വരക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ 3 മൈനസ് ചെയ്യുക. എത്ര ട്രയാങ്കിൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ 2 മൈനസ് ചെയ്യുക. മനസ്സിലായി? അത് നിങ്ങൾ കുറച്ച് വരച്ച് ശീലിച്ച, കുറച്ചൊന്ന് വരച്ചു നോക്കി നമുക്ക് മനസ്സിലാവും. എപ്പോഴും ഒന്ന് ഒരു വേറെ ഒരു ഹെക്സഗൺ വരക്കുക, എന്നിട്ട് അതിന്റെ ഡയഗണൽ വരച്ചു നോക്കുക. അപ്പൊ എത്ര ത്രികോണങ്ങൾ ഉണ്ടാവും നോക്കുക, എത്ര ഡയഗണൽ വരക്കാൻ പറ്റും നോക്കുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പഠി കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഹെക്സഗണിന്റെയും എന്താണ് നാനഗണിന്റെയും ഒക്കെ വരച്ചു കഴിഞ്ഞിട്ട് അതിനൊന്ന് ഇത് വരച്ചു നോക്കുക, ഡയഗണൽ. എന്നിട്ട് ഇന്നോട് നമ്പർ ഓഫ് ഡയഗണൽസ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് അത് അവിടെ എഴുതി വെക്കുക. എന്നിട്ട് ടച്ച് ചെയ്ത അപ്പൊ മനസ്സിലാവും. അപ്പൊ മനസ്സിലാവും, ഇപ്പോഴും മനസ്സിലായിക്കണു നിങ്ങൾക്ക്. പക്ഷെ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ശരിക്ക് ആണി തറച്ച് അവിടെ റെഡി ആയി നിൽക്കും. മനസ്സിലായില്ലേ? കോൺക്രീറ്റ് ആണി പോലത്തെ ആണിയാണ് തറച്ചു വെച്ചാൽ പിന്നെ എന്നും അത് അവിടെ ഉണ്ടാവും. അതിനാണ് നിങ്ങൾ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞത്. ചെയ്യാതെ പഠിച്ചാൽ എന്താ വെച്ചാൽ അത് അപ്പം അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ചെയ്തൂടെ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് ഉണ്ടാവും കേട്ടോ. ഇതുവരെ എടുത്ത എല്ലാ ഭാഗങ്ങളും എക്സാമിന് ഇതിന്ന് ഈ ക്വസ്റ്റ്യൻസും ടെക്സ്റ്റ് ബുക്കിലല്ലാത്ത ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കും. അപ്പൊ എല്ലാം റെഡി ആയിക്കോളി. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും.